നമസ്കാരം. മലയാളി വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തെ പ്രോട്ടോടൈപ്പ് മോഡൽ നിർമ്മിക്കാനുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയം നൽകി. അതിശക്തമായ കരുത്തനായ ആയുധം വഹിക്കാൻ ശേഷിയുള്ള ഇന്റേണൽ വെപ്പൺ ബേയും അത്യാധുനിക ഏവിയോണിക്സും സൂപ്പർ ക്രൂയിസും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയുള്ള വിഭാവനം ചെയ്തിരിക്കുന്ന ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനം വരുന്നു. ഉടൻ തന്നെ ഇത് ഇന്ത്യൻ വ്യോമപാതയിൽ അതിർത്തി മേഖലയിൽ പാകിസ്ഥാനും ചൈനയ്ക്കും കൃത്യമായ സന്ദേശം നൽകി പറന്നു പൊങ്ങുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തും ഇനി ഇന്ത്യ ഭീകരവാദത്തെ സഹിക്കില്ലെന്നും പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധമല്ല മറിച്ച് നേരിട്ടുള്ള യുദ്ധമാണെന്നും അതിന് ശക്തമായി തന്നെ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രിയും ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ കരുത്ത് പ്രാപിച്ചിരിക്കുന്നു. ഇനിയും കൂടുതൽ കരുത്തായി മാറണമെന്നുള്ള സൂചന പലരുടെയും മനസ്സിലുണ്ടായത്. എന്തുകൊണ്ട് പ്രതിരോധ മേഖലയ്ക്ക് ഇത്രയധികം പണം ചിലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയായിരുന്നു 3 ദിവസം നാം ഏവരും കണ്ടത്. ഇതിനു പിന്നാലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ അതിനിർണായകമായൊരു ചുവടുവയ്പ് തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിർമ്മിച്ച മോഡലിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി കഴിഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം പ്രാഥമിക അനുമതി നൽകി കഴിഞ്ഞു. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായിട്ടുള്ള റഡാർ, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമായിട്ടുള്ളത് എഞ്ചിൻ്റെ വികസനം തന്നെയാണ്. യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ വികസനം. അതിനുവേണ്ടി വിദേശ കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യ സംയുക്തമായി തന്നെ എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിച്ചെടുക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും സഹകരിച്ചു തന്നെയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിക്കഴിഞ്ഞാൽ 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലേക്കും തന്നെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും വളരെ വേഗത്തിൽ പാഞ്ഞെത്തും. ഇതിനോടകം അമേരിക്ക, റഷ്യ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈവശമുള്ളൂ. അക്കൂട്ടത്തിലേക്ക് ഇന്ത്യയും പാഞ്ഞെടുക്കുകയാണ്. MSCA പ്രൊജക്റ്റിലൂടെ ഈ സ്ഥാനത്തെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ ചുമതലയും. സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കോർത്തിണക്കി ADA AMCA പദ്ധതി നടപ്പിലാക്കും. AMCA പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് AMCA വിഭാവനം ചെയ്തിരിക്കുന്നത്. ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ, അത്യാധുനിക ഏവിയോണിക്സ്, കരുത്തുറ്റ പ്രകടനം ഉൾപ്പെടുത്തി, അതായത് സൂപ്പർ ക്രൂയിസ് ഒക്കെ തന്നെ സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നെയാണ് AMCAക്ക് മുന്നോട്ട് കരുത്ത് പകരുന്നത്. അതിനൊപ്പം തന്നെ ലോയൽ വിങ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം തന്നെ ആളില്ലാ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻ്ററായും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. ഇതൊക്കെ തന്നെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കുള്ള വ്യോമസേനയ്ക്കുള്ള കരുത്ത് ഇരട്ടിയിലധികമാക്കി വർദ്ധിക്കും. ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി കാറ്റ്സ് വാരിയർ എന്നൊരു ഡ്രോൺ DRDOയും ADAയും ചേർന്ന് വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. AMCAക്ക് വേണ്ടി ഇന്ത്യ അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടാണ് വികസിപ്പിച്ചെടുത്തത്. നിലവിലെ വേഗതയിൽ പോയാൽ 2035 തന്നെ ആദ്യത്തെ AMCA വ്യോമസേനയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കേവലം 10 വർഷക്കാലം. 2024 AMCA പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അനുമതി കൊടുത്തത്. 10 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ യുദ്ധവിമാനം കൈമാറാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവും DRDO ചെയർമാനായിട്ടുള്ള സമീർ കാമത്ത് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വികസനത്തിലാണ് ഇന്ത്യ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. AMCA ഇതിൻ്റെ 7 സ്ക്വാഡ്രണുകൾ സേനയിൽ ഉൾപ്പെടുത്താനാണ് ഇന്ത്യയുടെ പദ്ധതിയും. ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് 57 നൽകാമെന്ന് റഷ്യ നേരത്തെ തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് യുദ്ധവിമാനം നൽകാമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സംയുക്തമായി ഇവ നിർമ്മിക്കാനുള്ള നിക്ഷേപം കൂടി നടത്താമെന്നായിരുന്നു വാഗ്ദാനം. ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിന് വേണ്ടി സാങ്കേതിക സഹായങ്ങളടക്കം റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വ്യോമസേനയ്ക്ക് വേണ്ടി വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായി വരുന്ന സമയത്ത് കൂടിയാണ് ഇങ്ങനെ ഒരു ഓഫർ അതും റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചൈന പാകിസ്ഥാൻ സ്റ്റെൽത്ത് വിമാന ഭീഷണിയൊക്കെ തന്നെ മറികടക്കാൻ ഇന്ത്യക്ക്
കൈവശം ഇപ്പോഴുള്ള സമാന സാങ്കേതികവിദ്യയുള്ള യുദ്ധവിമാനങ്ങൾ ആവശ്യം തന്നെയാണ്. ഈ റിപ്പോർട്ടുകൾക്കിടയിൽ തന്നെയാണ് യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ സുപ്രധാന നീക്കവും. ലോയൽ വിങ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലാ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻറ്റർ തന്നെയാണ് ഇതിൽ സവിശേഷമായ മറ്റൊരു പദ്ധതി, നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ. അതിനിടയിൽ ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ നടത്തുന്ന യുദ്ധങ്ങൾ അതിനെ നിഴൽ യുദ്ധമായി കാണാൻ സാധിക്കില്ല. അതിനെയൊക്കെ തന്നെ ഇനി നേരിട്ടുള്ള യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരിക്കുന്നത്. സേനകൾ തുടങ്ങിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയിലെ ജനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മോദി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി മാറ്റിവെച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഏറെ വിയർത്തു തുടങ്ങി. അക്കാര്യത്തിൽ സംശയമില്ല. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ റോഡ് ഷോയ്ക്ക് ശേഷം സംസാരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കരുത്തിനെക്കുറിച്ചും അതുണ്ടാക്കിയ ഇമ്പാക്റ്റിനെക്കുറിച്ചും ഇന്ത്യയുടെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടത്. ഇത്തവണ ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ ആരും തന്നെ തെളിവ് ചോദിക്കാതിരിക്കാൻ എല്ലാം രേഖപ്പെടുത്തി മുന്നോട്ട് പോയി. പാകിസ്ഥാൻ സേനയും ഭീകരരും ഒന്ന് തന്നെയെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ തൊട്ടപ്പോൾ പാകിസ്ഥാൻ വിയർത്തു തുടങ്ങി. കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി. സേന തുടങ്ങിയ ഓപ്പറേഷൻ വികസിത ഇന്ത്യക്കായുള്ള നയമായി ജനങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ സേനാ നടപടിയെ പ്രധാനമന്ത്രി തുടർച്ചയായി രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും ഒരു കോണിൽ നിന്നും ഉയർത്തുന്നുവെന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഇതിനെയൊക്കെ തന്നെ ശക്തമായി നേരിടാൻ തന്നെയാണ് രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്.